ഇതൊന്ന് കണ്ടു നോക്കൂ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് തക്കാളിയല്ല കേട്ടോ. തക്കാളി പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിൻ്റെ പേര് പെർസ്യൂമൺ ഫ്രൂട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രീയമായ പേര് ഡിയോസ്പ്രസ് കാക്കി എന്നാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളർത്തുന്നതല്ല, തണുപ്പുള്ള രാജ്യങ്ങളിൽ വളർത്തുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നടുഭാഗം നല്ല സ്റ്റാർ പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കഴിക്കാനും നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടീസ്പൂൺ കൊണ്ട് കോരിയും കഴിക്കാം. അതുപോലെ തന്നെ ഇത് വെറുതെ കഴുകി നമുക്ക് വെറുതെയും കഴിക്കാവുന്നതാണ്. മുറിക്കൊന്നും വേണ്ട, വെറുതെയും കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ തൊലി കളഞ്ഞും മുറിച്ചും കഴിക്കാവുന്നതാണ്. ഇതധികം പഴുക്കാത്ത കാരണം ഇതിൻ്റെ കളർ യെല്ലോ ആണ്. യെല്ലോ കഴിഞ്ഞ് ഇത് ഒരുവിധം പഴുത്ത് കഴിയുമ്പോൾ ഓറഞ്ച് കളറാകും. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ഇതിൻ്റെ കളർ. ഇവിടെ ഇപ്പോൾ ഞാൻ തൊലി ചെത്തിയും കഴിക്കുന്നുണ്ട്. എനിക്കിവിടെ ഒരു പപ്പായയുടെ ടേസ്റ്റ് പോലെയാണ് തോന്നിയത്. ഇതിപ്പോൾ അധികം പഴുക്കാത്ത കാരണമാണ്. മധുരവും കുറച്ച് കുറവാണ്. നന്നായി പഴുത്താലാണ് നന്നായി മധുരം ഉണ്ടാവുക. മധുരം കുറവായതിനാൽ ഷുഗർ രോഗികൾക്കൊക്കെ നല്ലതാണ് ഇത് കഴിക്കാനായിട്ട്, ഈ ഫ്രൂട്ട്. ഇത് നല്ല പോഷകമൂല്യമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതാദ്യം കണ്ടപ്പോൾ ഞാൻ തക്കാളിയാണെന്നാണ് കരുതിയത്. പിന്നെയാണ് എനിക്കും ഫ്രൂട്ടാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചത്. ഇതിൻ്റെ നടുഭാഗത്ത് ഒരു കുരു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അധികം സീഡൊന്നും ഇതിനുണ്ടാവില്ല. ഒരു സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ഞാൻ മേടിച്ചതിൽ ഒരെണ്ണത്തിൽ മാത്രമേ സീഡ് ഉണ്ടായുള്ളൂ, ബാക്കിയൊന്നിലും ഉണ്ടായില്ല. ഇതിൽ വിറ്റാമിൻ എയും സിയും ഒക്കെ നന്നായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബറും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹാർട്ട് രോഗികൾക്കും ഇത് നല്ലതാണ്. ഇത് നന്നായി പഴുത്ത് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഉണക്കി ഡ്രൈ ഫ്രൂട്ടായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് ടേസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത ദിവസം വരാം.